രാത്രിയിലെ ലൈവിൽ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം നമ്മുടെ നൂറയും അതുപോലെ തന്നെ അനുമോളും ഒരുപാട് നേരം അനീഷേട്ടനെ കുറിച്ച് സംസാരിക്കായിരുന്നു. അനുമോൾ ചോദിക്കുക എന്തായിരിക്കും ഇഷ്ടം തോന്നാൻ കാരണം. അപ്പോൾ നൂറ ചോദിക്കുന്നുണ്ട്, അനീഷേട്ടൻ എന്താ ഇഷ്ടം തോന്നാൻ പാടില്ലേ? ആടി ഇഷ്ടം തോന്നാം, പക്ഷെ ഞാൻ ഇടയ്ക്കിരുന്ന് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ കുറവുകളൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരാൾ വേണം നമ്മളെ നോക്കാൻ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാൻ എന്നൊക്കെ. പുള്ളി അതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തു. ഞാനിതൊക്കെ വെറുതെ ഇരുന്ന് പറഞ്ഞതാ. അപ്പം നൂറ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാ മോളെ നീ അടിച്ചു വിട്ടത്? എന്തായാലും സാരമില്ല, നിന്റെ ഒപ്പീനിയൻ നീ പറഞ്ഞില്ലേ, പുള്ളിക്ക് അത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. നെവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നൊക്കെ. അക്ബറിനോടും ഇതേ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനുമോള് ചോദിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിലെങ്ങാനും കയറി വരുവോടി? വീട്ടിൽ വന്നാൽ ഇപ്പം എന്താ ഉള്ള കാര്യം പറയണം, ചേട്ടനായിട്ടേ കാണാൻ പറ്റുള്ളൂ, ലവറായിട്ട് കാണാൻ പറ്റില്ലെന്ന്. അപ്പോൾ അനുമോൾ ലവറോ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട്. എല്ലാത്തിനും കാരണം ലാലേട്ടനാണ്. ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് കൊളുത്തി തന്നിട്ട് പോയതല്ലേ പുതപ്പ് പുതയ്ക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട്. ലാലേട്ടനെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് നൂറ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എടി കഴിഞ്ഞ ആഴ്ചയിൽ ജയിൽ ടാസ്കിൻ്റെ ഇടയിൽ അനീഷേട്ടൻ കഞ്ഞിയൊന്നും കുടിക്കുന്നില്ലായിരുന്നു, ഞാനാണ് കുടിപ്പിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട് ചേട്ടാ കുടിക്കുന്നത്. ഞാൻ കുറച്ച് ഓവറായിട്ട് കെയർ ഒക്കെ ചെയ്തു. അപ്പോൾ അത് കണ്ട് പുള്ളി തെറ്റിദ്ധരിച്ചതായിരിക്കും. അതേപോലെ ഫ്രൈഡേ ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്, തമാശയ്ക്ക് ഓരോ ഇമോജിയും ഹാർട്ടിൻ്റെ ലവും ഒക്കെ ഇട്ട് കാണിച്ചു കൊടുത്തു. പുള്ളി അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തു. അപ്പോൾ നൂറ പറയുന്നുണ്ട്, ഈ പുള്ളിക്ക് തമാശ ഏതാ സീരിയസ് ഏതാണെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ അനുസരിച്ച് വേണ്ടേ നീ നിൽക്കാൻ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും പുള്ളിക്കില്ല എന്നൊക്കെ നൂറ പറയുന്നുണ്ട്. അതേപോലെ അനുമോൾ വേറൊരു കാര്യം പറയുന്നുണ്ട്, എടി നിങ്ങൾ രണ്ടുപേരും പുറത്തിരുന്ന സമയത്ത് ഞാൻ ഷാനവാസിക്കും അതേപോലെ അനീഷേട്ടനും ചായ കൊടുക്കാൻ പോയിരുന്നു. പെണ്ണുകാണൽ ചടങ്ങ് പോലെയാണ് ഞാനത് ചെയ്തത്, ചുമ്മാ തമാശയ്ക്ക് ചെയ്തതാണ്, നിലത്ത് കളമൊക്കെ വരച്ച്. ഇപ്പോൾ നൂറ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും പുള്ളിയുടെ സ്വഭാവം വെച്ചിട്ട് പുള്ളി ഇതൊക്കെ സീരിയസ് ആവും. നീ പുള്ളിയോട് ഇഷ്ടം പോലെ കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടമാണെന്നല്ലേ വിചാരിക്കത്തുള്ളൂ. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഇത് വല്ലാത്ത കഷ്ടമായിപ്പോയി. മിക്കവാറും പുള്ളിയുടെ ടീംസ് എല്ലാം ഉടനെ തന്നെ ഇവിടെ നിന്ന് എന്നെ പുറത്താക്കും. 100 ദിവസം തികയ്ക്കാനൊന്നും എന്നെ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൂറ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ പുള്ളിയുടെ ഫാൻസിനെ പേടിക്കുന്നത്? അവരുടെ ഇതിനെ വെച്ചിട്ട് നിനക്ക് ഒരാളോട് ഇഷ്ടമില്ലാത്ത ഒരാളോട് ഇഷ്ടം പറയാൻ പറ്റുമോ? യെസ് എന്ന് പറയാൻ പറ്റുമോ? നീ ഓൾറെഡി പറഞ്ഞതല്ലേ ഏജിൻ്റെ കാര്യമൊക്കെ. പുള്ളി നിന്നെക്കാട്ടിലും ഇത്ര വയസ്സിന് മൂത്തതല്ലേ, നിനക്ക് 1-2 വയസ്സിന് മൂത്ത ആളാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ നീ ഓൾറെഡി പറഞ്ഞതല്ലേ. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എടി ഏജ് മാത്രമല്ല പുള്ളിയുടെ എൻ്റെ സ്വഭാവം നോക്ക്, ഒരിക്കലും ഞങ്ങൾക്ക് തമ്മിൽ ഒത്തുപോകാൻ പറ്റത്തില്ല. ഒട്ടും മാച്ച് അല്ലാത്ത ക്യാരക്ടറാണ്. അത് മാത്രമല്ല എനിക്ക് പുള്ളി ഒരിക്കലും അങ്ങനെ കാണാൻ പറ്റത്തില്ല. പുള്ളി നല്ലൊരു മനുഷ്യനാണ്, പാവമാണ്, നല്ല സ്വഭാവമൊക്കെ ഉണ്ട്, കുറേ ക്വാളിറ്റീസ് ഉണ്ട് എന്തൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അതിനുശേഷം അതേ അനുമോൾ തന്നെ പറയാണ്, ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ ശരിക്കും അഡ്ജസ്റ്റ് ചെയ്തല്ലേ നിൽക്കുന്നത്, വഴക്കൊന്നും ഉണ്ടാക്കാതെ. ഞാൻ പുള്ളിയുടെ വഴക്കൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല, പക്ഷേ പുള്ളിയുടെ ക്യാരക്ടർ എനിക്കറിയാം, നന്നായിട്ടറിയാം. പുള്ളി തെറ്റായാലും ശരിയായാലും അത് സമ്മതിച്ച് തരത്തില്ല. എനിക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല ആളെ. അപ്പം നൂറ പറയുന്നുണ്ട്, ഓക്കെ നിനക്ക് കാണാൻ പറ്റത്തില്ല, അപ്പം നീ ഹോപ്പൊന്നും കൊടുക്കണ്ട, അങ്ങനെ തന്നെ പോട്ടെ. അതേപോലെ നൂറ പറയുന്നുണ്ട്, എടി അക്ബർ പറഞ്ഞു പുള്ളി സ്ട്രാറ്റജി കാണിക്കുവാണോ, കാരണം ലാസ്റ്റ് വീക്കല്ലേ, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നല്ല ഹൈപ്പായിരിക്കും, ആൾക്കാർക്ക് ഒരു ആകാംക്ഷ കൂടും. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ശരിയാ, ബിഗ് ബോസ് ഒക്കെ പഠിച്ചിട്ട് വന്ന ആളല്ലേ, അപ്പോൾ അങ്ങനെ വല്ലതും ട്രൈ ചെയ്യണമെന്ന് ആർക്കറിയാം. ഈ പുള്ളിയുടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് എത്ര നാളായെന്ന് അനുമോൾ നൂറോട് ചോദിക്കുന്നുണ്ട്. നൂറ പറയുന്നത് ഏകദേശം 3 വർഷമായെന്ന്. അതിനുശേഷം അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് അവിടെ കിടക്കാൻ പേടിയാണ്, മുഖം കാണുമ്പോൾ എനിക്ക് എന്തോ സങ്കടം വരുന്നു, അറിയത്തില്ല എന്താന്ന്. അപ്പം അനുമോൾ നൂറ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അങ്ങനെയൊക്കെ പേടിക്കുന്നത്, എന്തിനാ അങ്ങനെയൊക്കെ വിഷമിക്കുന്നത്? അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, നെവിനോ ആര്യനോ ഒക്കെ ആണെങ്കിൽ നമുക്ക് പോടാ ഒന്ന് പോയടാ, എനിക്ക് നിന്നെ അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല എന്നൊക്കെ പറയാം. പക്ഷേ പുള്ളി ഏജ് മൂത്തല്ലേ, പുള്ളിൻ്റെ അടുത്ത് എനിക്കൊരു റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അനുമോളും നൂറയും കൂടെ എന്തൊക്കെയോ അടക്കം പറയുന്നുണ്ട്, ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് മര്യാദയ്ക്ക് മൈക്ക് നേരെ ഇടുന്നൊക്കെ. എന്നിട്ട് ആ നൂറ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, കൊതുകിനും ഇല്ലേ കൃമികടി എന്നൊക്കെ. അത് നമ്മുടെ അനീഷേട്ടനെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ അനുമോളും നൂറയും കൂടെ ഒരു 1.5 മണിക്കൂറോളം നൈറ്റ് കിടന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു.